വാർക്കപ്പണിക്ക് പോകുമെന്നല്ല, ഇവിടെ സാങ്ച്വറി ട്രൂപ്പിൽ വന്നതാണ്. അപ്പോൾ തന്ന തൊപ്പിയ എന്താ സംഭവം എന്ന് അറിയാൻ പാടില്ല, അതിൽ പോയി നോക്കാം. വെൽക്കം ബാക്ക് ടു ജീൻസ് വേൾഡ്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞങ്ങളുടെ തായ്ലൻഡ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങി. ഇപ്പോൾ ഞങ്ങളുള്ളത് പട്ടായയിലെ ഫേമസ് ആയ സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞൊരു സ്പോട്ടിലാണ്. സോ ഇത് ആർക്കിടെക്ചർപരമായിട്ട് ഭയങ്കര ഫേമസും കാണാൻ വളരെ ഭംഗിയുള്ളതായതുകൊണ്ട് ഇവിടെ ഒരു പ്രധാന സ്പോട്ടാണ് പട്ടായയിലെ. സോ നമ്മൾ ആദ്യമായിട്ട് രണ്ടാമത്തെ ദിവസം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ആശ്രമമാണ്. സോ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് മൂന്നാമത്തെ ദിവസമാണത്. ഇന്നലെ ഇപ്പോൾ രണ്ടാമത്തെ ദിവസമായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ദിവസം നമ്മൾ എന്താ ചെയ്തത്? ഒന്നാമത്തെ ദിവസം ഫ്രീ ആയിരുന്നു, നമ്മൾ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്തു. ഓ ബാങ്കോക്ക്, യെസ്. അപ്പോൾ മൂന്നാമത്തെ ദിവസം ഓക്കെ. നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം കേട്ടോ അങ്ങോട്ട് പോകാനായിട്ട്. താങ്ക് യു. നമ്മൾ വാർക്കപ്പണിക്ക് പോവുകയാണ് ഗൈസ്. വാർക്കപ്പണിക്ക് അവിടെ പണി നടക്കണ്ട്, തല വീഴ്ചാവാതിരിക്കാനാ തന്നെ. ഓ ലുക്ക് രാവിലെ മുടിയൊക്കെ 1/2 മണിക്കൂർ 1 മണിക്കൂർ എടുത്ത് സ്ട്രൈറ്റ് ചെയ്ത് സെറ്റായിട്ട് വന്നാണ് ജിജുമോൾ. പുതിയ ക്യാപ്പ് മേടിച്ചാർന്നെങ്കിലും എന്താ പറഞ്ഞ അവസ്ഥ? നല്ല ബാഡ് അവസ്ഥയായിരുന്നു. ക്യാപ്പ് മേടിക്കാതെ നന്നായില്ലേ? ക്യാപ്പ് എടുക്കാതിരുന്ന നന്നായി. ഇവിടെ നോക്കി നാട്ടിൽ ഭായിമാര് പണിക്ക് പോകുന്നത് വൺ സെറ്റപ്പാണ്. തായ്ലൻഡിലെ പട്ടായയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തവും പൂർണ്ണമായും തടിയിൽ നിർമ്മിതമായിട്ടുള്ള ഒരു മ്യൂസിയ സമുച്ചയമാണ് സാങ്ച്വറി ഓഫ് ട്രൂത്ത്. ഇതിൻ്റെ ചരിത്രം എന്തെന്നാൽ 1981 തായ് ബിസിനസ്മാൻ ലേക് വിരിയാഫാൻ ഈ മഹത്തായ കെട്ടിടം നിർമ്മിക്കാൻ ആരംഭിച്ചു. അവർ തായ്ലൻഡിൻ്റെ സംസ്കാരവും തത്വചിന്തയും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. ഇപ്പോഴും നിർമ്മാണം തുടരുന്ന ഈ സ്മാരകം എപ്പോൾ പണി തീരുമെന്ന് ഇവിടെ ആർക്കും അറിയത്തില്ല. പൂർണ്ണമായും തേക്കിൻ തടിയിൽ നിർമ്മിതമായതിനാൽ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ചെറുത്തു നിൽക്കാൻ ഇതിന് സാധിക്കുന്നു. പട്ടായ സിറ്റിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഏകദേശം 7.5 കിലോമീറ്റർ യാത്രാ ദൂരമാണുള്ളത്. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് ഇതിൻ്റെ വിസിറ്റിംഗ് ടൈം. ഇതിൻ്റെ ഭാഗമായി തന്നെ കുതിര സവാരി, ബോട്ട് റൈഡ്, ആന സവാരി എന്നിവയൊക്കെയുണ്ട്. എൻട്രി ഫീസ് വരുന്നത് മുതിർന്നവർക്ക് 500 തായ് ബാത്തും കുട്ടികൾക്ക് 250 തായ് ബാത്തുമാണ്. നമ്മളിപ്പോൾ ടൈഗർ പാർക്കിലാണുള്ളത്. ഇതൊരു ഇംഗ്ലീഷിലല്ല എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് ടൈഗർ പോസിലൊക്കെ ഞങ്ങൾക്കത് കാണിച്ച ശീലമുണ്ട്. ചൈയോടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, ഫുഡൊക്കെ അടിച്ച് സെറ്റായിട്ട് കിടന്ന് കൂർക്ക മനുഷ്യ പാവം പണിയൊന്നും എടുക്കാതെ. എന്താ ലൈഫ്. ടൈഗറിനെ തൊടണോ? ഞാനോ? വലിയതിനാണോ ചെറുതിനാണോ? ചെറുതിനാണോ? എൻ്റെ മോനെ ധൈര്യശാലിയായിട്ട് അഭിനയിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. തലോടടി അടുത്ത കൈ വെച്ച് അത് തന്നെ. ടൈഗർ പാർക്കിന് ശേഷം ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ ബിഗ് ബുദ്ധയിലേക്കാണ് പിന്നെ ഞങ്ങൾ പോയത്. പട്ടായയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം നഗരത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ്. 18 മീറ്റർ ഉയരമുള്ള ഒരു ബുദ്ധന്റെ സ്വർണ്ണ പ്രതിമ അവിടെയുണ്ട്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു കുന്നിന്റെ മുകളിലാണ്. നമുക്ക് അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ പട്ടായ സിറ്റി മുഴുവനും കാണാൻ സാധിക്കും. ഇതൊക്കെ കൂടാതെ തന്നെ ചെറിയ ബുദ്ധ പ്രതിമകളും ഒരു മനോഹരമായ പൂന്തോട്ടവും പിന്നെ ഒരുപാട് സുവനീർ ഷോപ്പുകളും പിന്നെ വർഷിപ്പിനും മെഡിറ്റേഷനും വേണ്ടിയുള്ള സ്ഥലങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊരു ക്ഷേത്ര പരിസരമായതുകൊണ്ട് തന്നെ അതിനനുയോജ്യമായ ഡ്രസ്സേ നമുക്ക് ഇടാൻ സാധിക്കുകയുള്ളൂ. എക്സ്പോസീവ് ആയ ഡ്രസ്സൊന്നും നമുക്ക് ഇവിടെ ഇടാൻ പറ്റില്ല. പൈസ എടുക്കരുത്, ക്യാമറ നിരീക്ഷണത്തിലാണെന്നൊക്കെ. ഇങ്ങോട്ട് നോക്ക്, ഒരു ഫ്രീക്കൻ ബുദ്ധ. താടിയൊക്കെയുള്ള ബുദ്ധനെ ആദ്യമായിട്ട് കണ്ടത് പൊളിച്ചേർത്ത്. അത് തന്നെ, ഇത് ഇംഗ്ലീഷും കൂടെ എഴുതിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായെന്നെ. എന്തൊക്കെയോ ഇവരുടെ ദൈവങ്ങളാണെന്ന് മനസ്സിലായി. അവിടെ മാത്രം അവർ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. സത്യം, ആൾക്കാരൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ ശരിക്കും നമുക്ക് എൻട്രി ഫ്രീ ആണ്. പക്ഷെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഡൊണേഷൻ ചെയ്യാം. അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെ ചെലവഴിച്ചതിന് ശേഷം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി. അങ്ങനെ പട്ടായയിലെ ബിഗ് ബുദ്ധയും കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. സമയം
3:30. ഉച്ചര കഴിഞ്ഞു. അതെ, ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിച്ചിട്ടില്ല. പക്ഷെ ലഞ്ച് കഴിച്ചുള്ളത് ഒരായിട്ട് നല്ല വിശപ്പുണ്ട്. അതെ, ലഞ്ച് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഇന്ന് പട്ടായ നൈറ്റ് ലൈഫ്. യെസ്. ഞങ്ങളുടെ 3ാമത്തെ ഡെസ്റ്റിനേഷന് ശേഷം ഞങ്ങൾക്ക് നന്നായി വിശന്നു. കാരണം ഞങ്ങൾ ഏകദേശം 3 മണി കഴിഞ്ഞിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി നേരെ നിറച്ച് ഫുഡ് അടിച്ച് നേരെ ബീച്ചിലേക്ക് വെച്ച് പിടിച്ചു. അങ്ങനെ സന്ധ്യയായപ്പോൾ ഞങ്ങൾ പട്ടായ ബീച്ചിലേക്ക് വന്നേക്കാണ്. പട്ടായ അല്ല കേട്ടോ, പട്ടയ്യ എന്നാണ് ഇവർ പ്രൊനൗൺസ് ചെയ്യുന്നത്. പട്ടയ 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 പട്ടയ. ബീച്ചിൽ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ജെറ്റ് സ്കൈ, ബനാന റൈഡ്, അങ്ങനെയുള്ള പലവിധ ആക്ടിവിറ്റീസും ഉണ്ട് ഇവിടെ. നടന്ന് ക്ഷീണിച്ചു. ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചു. എവിടെയെങ്കിലും ഇരിക്കാന്ന് വെച്ചാൽ കസേരയ്ക്ക് ഇരിക്കാൻ പൈസ കൊടുക്കണം. അതാണ് വേറെ കോമഡി. ഇവിടെ ഇങ്ങനെ ബീച്ചിൽ കസേര ഇട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. കിടക്കുന്ന കസേരകൾക്കെല്ലാം നമ്മൾ റെന്റഡ് ആണ് ഇതെല്ലാം. ഇരിക്കാൻ പൈസ കൊടുക്കണം. അതെ, ഇരിക്കാൻ പൈസ കൊടുക്കണം. റെന്റിന് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ നൈറ്റ് ആയപ്പോൾ എല്ലാം എടുത്തു വെക്കുകയാണ്. ഇവിടെ ഉള്ളവരെല്ലാവരും നേരെ ഇനി പോകാൻ പോകുന്നത് വാക്കിംഗ് സ്ട്രീറ്റിലോട്ടായിരിക്കും. അതുകൊണ്ട് ഇവിടെ എല്ലാ സ്ട്രീറ്റും ആക്റ്റീവ് ആണ്. ഇപ്പം നമ്മുടെ ചുറ്റുമുള്ള സ്ട്രീറ്റുകളെല്ലാം ആക്റ്റീവ് ആണ്. പക്ഷെ ഇവിടെ പെട്ടെന്ന് നൈറ്റ് ആവും കേട്ടോ. ഒരു 5:30 കഴിയുമ്പോഴേക്കും ഇരുട്ടി തുടങ്ങും. ഒത്തിരി രാത്രിയല്ല, സമയം വൈസ് രാത്രിയല്ല, 6:30 ആയിട്ടുള്ളൂ. പിന്നെ നമ്മൾ സെൻട്രൽ പട്ടായ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിംഗ് മാളിൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഈ സാധനം അടിപൊളിയാട്ടോ കഴിക്കാൻ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്. അതിനേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും ഇത്. ഈ സാധനം നമ്മൾ മേടിച്ച് പൈസ കൊടുക്ക്. പട്ടായയുടെ തെരുവീതികളിൽ കൂടി പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് ഒരു യാത്ര. ഈ ഒരു വണ്ടിയിലാണ് കേട്ടോ നമ്മൾ വന്നിറങ്ങിയത്. ഇവിടുത്തെ ഏറ്റവും ചീപ്പായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനാണ്. 10 ബാത്തായുള്ളൂ. പട്ടായയിലെ ഏറ്റവും ജനപ്രിയമായ സ്ഥലങ്ങളിൽ ഒന്നാണ് വാക്കിംഗ് സ്ട്രീറ്റ്. പട്ടായയിലെ ഏറ്റവും തിരക്കേറിയ നൈറ്റ് ലൈഫ് ഹബ് എന്ന നിലയിലാണ് ഇത് അറിയപ്പെടുന്നത്. ലോകപ്രശസ്തമായ നൈറ്റ് ക്ലബ്ബുകളും ബാറുകളും ലൈവ് മ്യൂസിക് വേദികളും ഇവിടെ കാണാൻ സാധിക്കും. ഈ റോഡ് രാത്രി 6 മണിക്ക് ശേഷം വാഹനങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് കാൽനടക്കാർക്കും വിനോദസഞ്ചാരികൾക്കും മാത്രമായി തുറന്നു കൊടുക്കുന്നു. വാക്കിംഗ് സ്ട്രീറ്റ് പ്രധാനമായും വൈകുന്നേരം 6 മണി മുതൽ പുലർച്ചെ 3-4 മണി വരെ സജീവമായി പ്രവർത്തിക്കുന്നു. ഇതുവഴിയൊക്കെ കടന്നു പോകുമ്പോൾ ഇതേപോലെ നിരവധി സ്ട്രീറ്റ് ആർട്ടിസ്റ്റുകളെയും കാണുവാൻ സാധിക്കും. വിവിധ തരം പബ്ബുകളും നൈറ്റ് ക്ലബ്ബുകളും ഇവിടെയുണ്ട്. തായ്ലൻഡുകാരുടെ പരമ്പരാഗത ഡാൻസുകൾ മുതൽ ആധുനിക സംഗീത പരിപാടികൾ വരെ ഇവിടെ കാണാം. തായ്, ഇന്ത്യൻ, യൂറോപ്യൻ, അറേബ്യൻ തുടങ്ങിയ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഇവിടെ ലഭ്യമാണ്. വാക്കിംഗ് സ്ട്രീറ്റ് ഒരു വ്യത്യസ്ത അനുഭവം നൽകുന്ന സ്ഥലമാണ്. ദൈനംദിന ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ലോകം അനുഭവിക്കുവാൻ താല്പര്യമുള്ളവർക്ക് പട്ടായ സന്ദർശിക്കുമ്പോൾ തീർച്ചയായും എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണ് വാക്കിംഗ് സ്ട്രീറ്റ്. സ്ട്രീറ്റിന് പോയതിനു ശേഷം ഞങ്ങൾ സപ്പർ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു മസാജിന് വേണ്ടിയിട്ട് പോയി. എന്താണ് പരിപാടി? ഫുഡ് മസാജാണോ? ഫുഡ് മസാജ് ആയിക്കോട്ടെ. ഉറങ്ങാൻ ചെയ്തിട്ടോ. ഉറങ്ങിയാൽ കുഴപ്പമില്ല, കൂർക്കം വലിക്കരുത്. ആ ചെയ്യുന്നോ? VIP ട്രീറ്റ്മെന്റ് ആണല്ലോ. ഇക്ലിയാണോ? എന്താല്ലേ, നമുക്കിവിടെ ഒരാൾ ചെയ്യുമ്പോൾ അവിടെ 2 പേര്. നീ ആരടി? നീ ആരാ?
ഇന്നത്തെ കറങ്ങി കഴിഞ്ഞ് വീട്ടിൽ പോകണം ഗൈസ്. ബൈക്കിലാണ് ട്രിപ്പിൾ. പട്ടായാലും ട്രിപ്പിൾ ഒരു സീനല്ലാതെ ഒന്നും വേണ്ട. നോ സീൻ, ഒരേ പുള്ളി.